വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരെയും മേക്കപ്പ് പൗച്ചിൽ കാണുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് എന്താ? ഒന്ന് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും കാണും, പിന്നെ ഒരു കാജൽ അല്ലെങ്കിൽ ഐലൈനറും കാണും അല്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എല്ലാവരും ഒരു ബേസിക് മേക്കപ്പ് പൗച്ച് എന്ന് പറയുന്നത്. നമ്മളൊരു ചെറുപ്പം തൊട്ട് നമ്മളൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ് സ്റ്റേജ് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ കാജൽ. അതുപോലെ കുറച്ചുകൂടെ കളർന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ് ലിപ് ബാമും ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ലിപ് കെയറിൻ്റെ പ്ലസ് ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം, ഞാനിവിടെ കാട്ടി കൊടുത്തേക്കാം. അപ്പം ഞാനിത് വന്നിരിക്കുന്നത് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഹോം മെയ്ഡ് കാജൽ എന്ന് പറയുന്നത്. ഇത് ഏത് പ്രായക്കാർക്കും ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള കാജലാണ്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ കാജൽ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. ഞാനിപ്പോൾ രാവിലെ ഈ എഴുതിയിരിക്കുന്നത് ഹോം മെയ്ഡ് കാജൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കാജലാണ്. നല്ലൊരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. നമുക്ക് കണ്ണൊരു കുഴപ്പമില്ല. നിങ്ങൾക്കിത് കൊച്ചു പിള്ളേർ പിരികം വരച്ച് കൊടുക്കാനായിട്ട്, കണ്ണെഴുതി കൊടുക്കാനായിട്ടും, അതുപോലെ ഇതിന് പൊട്ട് തൊടാനായിട്ട് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് കാജൽ റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം, എന്നാലേ കറക്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതിനും അതുപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസും വേണം നോക്കിയാലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഹോം മെയ്ഡ് കാജൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ആൽമണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ടിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 1 മന്തിലേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 4 ആൽമണ്ട് മാത്രം എടുത്തത്. പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗീ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ സാധാ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് നെയ്യ് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ് കേട്ടോ. നമുക്ക് ഈ ആൽമണ്ട് കത്തിച്ചിട്ട് നമ്മൾ ഇടുന്നത് ഈ ചിരട്ടയ്ക്കകത്തേക്കാണ്. എന്നിട്ടാണ് അതിനകത്ത് നമ്മൾ ആ കറുത്ത സാധനം ചുരണ്ടി എടുക്കുന്നത്. സോ നമുക്ക് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ടയുടെ ആവശ്യം കൂടിയുണ്ട്. ഓക്കെ, ഇത്രയും മാത്രമാണ് നമുക്ക് ഹോം മെയ്ഡ് കാജൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പൂണിൻ്റെ ഒരു 1/4 ടീസ്പൂണോളം ഞാനിവിടെ നെയ്യ് എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ നെയ്ക്കകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആൽമണ്ട് ഉണ്ടല്ലോ, ഈ ആൽമണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ആൽമണ്ട് ഇതുപോലെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കത്തിയ ആൽമണ്ട് നന്നായിട്ട് നമ്മൾ ആ ചിരട്ടയ്ക്കകത്തേക്ക് ഇടണം കേട്ടോ. ശരിക്കും കംപ്ലീറ്റ്ലി ഒന്ന് ബേൺ ആയതിനു ശേഷം ഇതുപോലെ ആൽമണ്ട് നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട്. ഇനി കത്തിയ ആൽമണ്ട് ഞാൻ ഓരോന്നോരോന്നും ഈ ചിരട്ടയിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് ആ ചിരട്ടയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് കത്തിക്കോളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ചിരട്ടയ്ക്കകത്ത് ഞാൻ നമ്മുടെ ആൽമണ്ട് നല്ലപോലെ കത്തിച്ചാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ കത്തണം. എല്ലാ ആൽമണ്ടും ഈക്വലി നന്നായിട്ട് കത്തി നല്ല ഫൈൻ പൗഡർ പോലെ പൊടിഞ്ഞ് വരണം കേട്ടോ. എന്നാലേ നമ്മുടെ കാജലിന് നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ 4 ആൽമണ്ടും ശരിക്കും അവിടെ നിന്ന് നന്നായിട്ട് കത്തി കരിഞ്ഞിട്ട് ആ ഫൈൻ പൗഡർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ആൽമണ്ടൊക്കെ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് അത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ശരിക്കും ഇതിനൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്പൂൺ എടുക്കണം. കാരണം നമ്മളിത് 1 മന്തോളം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രം എല്ലാം ഇനി വൃത്തിയുള്ളതായിരിക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കട്ടെ. നല്ല ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ച് വരണം. എന്നിട്ട് ഞാനിത് നല്ല വൃത്തിയുള്ളൊരു കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ വെള്ളമായി ഒന്നും പാടില്ല നമ്മൾ എടുക്കുന്ന സ്പൂണിനൊക്കെ. അപ്പോൾ ഞാൻ ഇതിനെ മിക്സ് ചെയ്തിട്ട് എത്ര അളവിലാണ് ഞാൻ നെയ്യ് ചേർത്തിട്ട് ആ കൺസിസ്റ്റൻസിയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം അളവിലാണ് നെയ്യ് ചേർക്കേണ്ടതെന്നുള്ളത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ കറുത്ത കാജൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് നല്ലപോലെ ഇളക്കി നമ്മുടെ നെയ്യും ആൽമണ്ടിൻ്റെ പൗഡറും കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാം. അത് ഓപ്ഷനിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ ഇത് സെറ്റാവും. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പുറത്ത് വെച്ചാൽ മതി, സെറ്റാവും. നിങ്ങൾക്ക് 1 മന്ത് പുറത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ സെറ്റായതിനു ശേഷം ഞാനിതിട്ട് കാണിച്ചു തരാം. ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ഹോം മെയ്ഡ് കാജൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയോ അതിൽ എന്ത് സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാണത് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ, 10 മിനിറ്റ് മാത്രം.
നിങ്ങൾ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കേണ്ട ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ പുറത്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സെറ്റായിട്ട് വരും കേട്ടോ. ഞാൻ ഇതിലേക്ക് നെയ്യ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്യാം. എപ്പോഴും ഇങ്ങനത്തെ ക്രീമി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, ആൽമണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നിങ്ങൾ നന്നായിട്ടൊരു ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നെയ്യ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ആ ഇളക്കുന്നതിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത്രയും ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇളക്കി ക്രീമി കൺസിസ്റ്റൻസിയിലാക്കണം. നിങ്ങൾക്ക് പുറത്ത് വെച്ചാൽ ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ പിരികം വരച്ച് കൊടുക്കാനും കണ്ണൊക്കെ എഴുതാനായിട്ട് നന്നായിട്ട് ഉപകാരപ്പെടും. കാരണം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു കെമിക്കലും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ കാജൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസി വേണം നിങ്ങൾ കാജൽ ഉണ്ടാക്കാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, കാജൽ നമ്മൾ 1 മന്തോളം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ കണ്ണിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എത്രയും സ്റ്റെറൈലായിട്ട് ഉണ്ടാക്കും അത്രയും സ്റ്റെറൈലായിട്ട് ഉണ്ടാക്കണം. ഒട്ടും വെള്ളമായും പാടില്ല, ഉണ്ടാക്കുന്ന ബൗളിലും പാടില്ല, അത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിലും പാടില്ല. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യാം. മാക്സിമം 1 മന്ത്, ശരിക്കും പറഞ്ഞാൽ 2 മന്ത്സ് വരെ ഇരിക്കും. പക്ഷെ നമ്മളൊരു 1.5 മന്തിലൊക്കെ ഉള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം നമ്മളത് കണ്ണിലും കൂടെ ഒക്കെ അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐബ്രോ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് ആൽമണ്ട്സ് അറിയാം വൈറ്റമിൻ ഇ റിച്ച് ആണ്. അപ്പോൾ വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പിരിയം ഗ്രോ ചെയ്യാനായിട്ടും കൺപീലി ഗ്രോ ചെയ്യാൻ വരെ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. ഹോം മെയ്ഡ് ആയതുകൊണ്ട് കെമിക്കൽ ഫ്രീ ആണ്. കുട്ടികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം. റെഗുലർ ആയിട്ട് കാജൽ എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ഈ കണ്ണിന്റെ പോള, ഈ കണ്ണിന്റെ ഈ മോൾ ഭാഗം, നമ്മൾ എഴുതുന്ന ഭാഗം ഭയങ്കരമായിട്ട് കറുത്തിരിക്കും നമുക്ക് ചില കാജലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. നമ്മളിപ്പോൾ ഈവൻ എണ്ണ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ബാം ഇട്ടിട്ട് നമ്മൾ ഫേസ് കഴുകിയാൽ പോലും എൻ്റെ കണ്ണിന് ചുറ്റും ആ ഒരു കറുപ്പ് നിറം വന്നിട്ട് ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തൊരു സാധനമാണ് ഈ ഹോം മെയ്ഡ് കാജൽ എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് അത്ര പ്രശ്നങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു കാജൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ആദ്യം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണിലും കൂടെ ഇപ്പോൾ എഴുതിയേക്കുന്ന റിമൂവ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എടുക്കാനായിട്ട് ഞാനിതിനകത്ത് കുറച്ചൊരു എമൗണ്ട് എടുക്കുവാണ്. ഇതിനകത്ത് ഞാൻ കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾക്കിത് വരച്ച് കാണിക്കാം. വളരെ സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, വളരെ നല്ല കറുപ്പാണ് കേട്ടോ. ഇത്രയും നല്ല സ്മൂത്ത് ആയിട്ട് ഇത് ഗ്ലൈഡ് ആവുന്നുണ്ട്. ഇനി ഞാൻ കണ്ണിലും കൂടെ വരച്ച് കാണിക്കാം. അതിന് മുമ്പ് എനിക്ക് ഇതിന്റെ സ്റ്റോറേജിന്റെ കാര്യം കൂടെ നിങ്ങൾക്ക് പറയണം കേട്ടോ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആൽമണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. എപ്പോഴും ആൽമണ്ട് നന്നായിട്ട് കഴിക്കുക, എന്നാൽ മാത്രം ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ എഴുതുമ്പോൾ ചെറിയ തരിതരികൾ പോലെ വരും. അതുപോലെ തന്നെ നമ്മൾ നെയ്യും കാസ്റ്റർ ഓയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ഞാൻ ഒഴിക്കാത്തതിന് കാരണം ആൽമണ്ട് വൈറ്റമിൻ ഇ റിച്ച് ആണ്. എങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്യേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ്, അത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങളിനി വൈറ്റമിൻ ഇ ഓയിൽ അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറയുന്നത് നെയ്യോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലും കൂടെ അപ്ലൈ ചെയ്യാൻ മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾ നെയ്യ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാജലിൻ്റെ കറുപ്പ് നിറം മാറിയിട്ട് ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എത്ര അളവ് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അതനുസരിച്ചാണ് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിലേക്ക് പോകാൻ പാടില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ആക്കിയത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഫ്രിഡ്ജ് വെക്കേണ്ട ഓരോ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൽ ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റ കണ്ണിൽ മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റ കണ്ണിൽ ഓൾറെഡി ഇട്ട കാജൽ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു ക്ലീൻ ബഡ്സ് വെച്ചിട്ട് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഞാൻ എടുത്ത് നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ഒരു കുറച്ച് എമൗണ്ടോളം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര ഒരു ചെറിയൊരു എമൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. നല്ല സ്മൂത്തായിട്ട് ഇതങ്ങ് ഗ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും എത്ര അടിപൊളിയായിട്ട് ഇതിൻ്റെ കണ്ണിൽ ഗ്ലൈഡ് ആയിട്ട് വന്നേന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവ് റിസൾട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഗുലർലി കാജൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ കണ്ണിനും നല്ലത്. നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കാജൽ, ഹോം മെയ്ഡ് കാജൽ പ്രിപ്പയർ ചെയ്തിട്ട് അവരെ തേപ്പിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ശ്രദ്ധിക്കുക, ആൽമണ്ട് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു തന്നെ വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനകത്ത് പൊടി വേണ്ടി നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.